ഹലോ ഫ്രണ്ട്സ്, DSP ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്ലീവ്ലെസ് ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റിൽ നമ്മൾ ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് പതിച്ചടിച്ച് കൊടുക്കുക. നെക്കിന് ഇത് ബാക്ക് നെക്കാണ് കേട്ടോ. ബാക്ക് പാർട്ടാണ് ഫസ്റ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പീസ് വെച്ചിട്ട് മറിച്ചിട്ടാണ് അടിക്കുക നെക്ക്. അപ്പോൾ നമുക്ക് ഇത് പതിച്ചടിച്ച് കൊടുക്കാം. ഇത് പ്രിൻസസ് കട്ടാണ് കേട്ടോ. ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടാണ് വരുന്നത്. സ്ലീവ്ലെസ് ആണ് അത്. അപ്പോൾ അതിൻ്റെ തോൾക്കുഴിയിൽ നമുക്ക് ആം ഹോളിൻ്റെ അടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കിന് പീസ് തുണി വെച്ചിട്ട് ക്രോസ് പീസ് തുണി വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം. വൺ സൈഡ് മടക്കി അടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഡയമണ്ട് നെക്ക് വന്നത് കേട്ടോ. ഇതിന് ബോർഡർ വരുന്നത് കൊണ്ട് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. ബാക്ക് ഭാഗം വലിയ ഡീപ്പായിട്ടുള്ളതാണ്. ക്രോസ് പീസ് തുണി നമ്മൾ പൈപ്പിംഗ് ഇടാൻ എടുക്കുന്നത് പോലെ എടുത്തിട്ട് നെക്കിന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വൺ സൈഡ് മടക്കി അടിച്ചിട്ട് ഇനി ഇവിടെയെല്ലാം കട്ടിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ഇപ്പുറത്തേക്ക് മറിച്ചിടാൻ എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ആലില കഴുത്താണ്. അതുപോലെ തന്നെ ലൈനിങ് പതിച്ചടിച്ച് കൊടുക്കുക ആദ്യം. ഇങ്ങനെ പതിച്ചടിച്ച് കൊടുത്തിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പീസ് തുണി വെച്ചിട്ട് ഇതുപോലെ തന്നെ ക്രോസ് പീസ് തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഇവിടെ കട്ടിട്ട് കൊടുത്തിട്ട് മറിച്ചിട്ട് അപ്പുറത്തേക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇനി പതിച്ചടിച്ച് കൊടുക്കുക. പതിച്ചടിച്ച് കൊടുത്തു. ഇനി നമുക്ക് അത് വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കണം. അടച്ചിട്ട് അടിച്ചു കൊടുക്കണം. എന്നാലേ അവിടെ തുണി നല്ല നീറ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. എമ്മിങ് ചെയ്യുന്നില്ല. ഇവിടെ ബോർഡർ ഉള്ളത് കൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് തന്നെയാണ് ചെയ്യുന്നത്. കോർണറിലെത്തിയിട്ടാകുമ്പോൾ സൂചി കുത്തി പിടിച്ചിട്ട് തിരിച്ചെടുക്കുക. അത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എന്നാലും പറയുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവർക്ക് ബിഗ്നേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. നെക്കൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്.
ഇനി നമുക്ക് രണ്ട് ഭാഗവും പ്രിൻസസ് കട്ടിൻ്റെ കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കണം. ഇതാ പതിച്ചടിച്ച് കൊടുത്തു. അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൽ പതിച്ചടിച്ച് കൊടുത്തതാണ്. ഇനി നമുക്കത് ജോയിൻ ചെയ്തെടുക്കണം ആം ഹോളിൻ്റെ വഴി. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പ്രിൻസസ് കട്ടിൻ്റെ കട്ട് ചെയ്തതാണ്. പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കട്ടിങ് വീഡിയോ ഇട്ടിട്ടില്ല. ഇതിന് മുന്നേ ഞാൻ പ്രിൻസസ് കട്ടിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സംശയമുള്ളവർക്ക് അത് നോക്കാം കട്ട് ചെയ്യുന്നത്. രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കട്ടിങ് വീഡിയോ നോക്കിയിട്ടാകുമ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ മനസ്സിലാവും കേട്ടോ. പോയിൻ്റ് കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ ഇതേ രണ്ട് ഭാഗം ഒരടി കൂടി കൊടുക്കുന്നുണ്ട്. ഇതേ നല്ല നീറ്റായിട്ടില്ലേ. അവിടെ ഓപ്പൺ ചെയ്യേണ്ടതാണ് കേട്ടോ. ബാക്ക് ഓപ്പണാണ്. ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിന് വെച്ച് പീസ് മറിച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കാം. അത് ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ ഒരു ചവിട്ട് വീതിക്ക് 1/2 ഇഞ്ച് വീതിക്ക് നെക്ക് മറിച്ചടിച്ച് കൊടുക്കാം. നല്ല നീറ്റായിട്ടുണ്ടാവും. രണ്ട് ഭാഗവും അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് വശത്താണ് ഹൂക്കും ഇത് വയ്ക്കുന്നത്. അപ്പം ബാക്ക് പാർട്ട് ഇനി നമുക്ക് ഹൂക്കും ലിപ്സും വെക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. ഹൂക്കും ലിപ്സും വെക്കാനുള്ള പടി അടിച്ചതാണ്.
ഈ ലിപ്സിൻ്റെ ഭാഗമാണ്. ഇത് ഹൂക്കിൻ്റെ ഭാഗം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെ സ്ലീവ്ലെസ് ആണല്ലോ, അതുകൊണ്ട് ക്രോസ് പീസ് തുണി വെച്ചിട്ട് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം. ഇതിന് കട്ടിട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്തടിച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. രണ്ട് ഭാഗവും ക്രോസ് പീസ് തുണി വയ്ക്കുക. എന്നിട്ട് വൺ സൈഡ് മടക്കി അടിച്ചു കൊടുത്തിട്ട് ആം ഹോളിൻ്റെ ഇവിടെ ചെയ്യുക. ഇതുപോലെയാണ് ക്രോസ് പീസ് എടുക്കേണ്ടത് കേട്ടോ. രണ്ട് ഭാഗത്തെ ആം ഹോളിൻ്റെ അവിടെയും മടക്കി അടിച്ചു കൊടുക്കാം. ഇനി താഴെയിലത്തെ ഭാഗം നമുക്ക് മടക്കിയടിക്കാനുള്ളതാണ്. ഇത്രയേ ബ്ലൗസിൻ്റെ ഭാഗമുള്ളൂ. ഇത് താഴത്തെ ഭാഗം ബാൻഡ് മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. ഒരു പീസ് തുണി വെച്ചിട്ട് മടക്കി അടിച്ചു കൊടുക്കുക. ഇത്ര ഭാഗമേ ഉള്ളൂ, സ്ലീവ് ഒന്നുമില്ല. ഇതേ കണ്ടില്ല, ഇത്ര ഭാഗമാണ് ഉള്ളത് കേട്ടോ. താഴെത്തെ ഭാഗം മടക്കി കൊടുക്കുക. അപ്പം ഇത്രയും ഭാഗമാണ് ബ്ലൗസിനുള്ളത്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് ഫ്രണ്ട് ഭാഗം.